ഇത്തരം വേദികളിലൂടെ ഫെമിനിസത്തെ എതിർക്കുമ്പോൾ അത് ഏക കാരണമാണെന്നല്ല പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണെന്നാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി, വളരെ സുവ്യക്തമായി കൊണ്ട് ഫെമിനിസ്റ്റുകൾ കൃത്യമായി അവരുടെ ആശയമായി തന്നെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പല ഫെമിനിസ്റ്റ് ചിന്തകന്മാരും അവരുടെ അവർ പറയുന്നൊരു ആശയമുണ്ടല്ലോ, സ്ത്രീകൾ വിമോചിപ്പിക്കപ്പെടാൻ, അതുപോലെ തന്നെ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടേതായ ആദർശം വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, സ്ത്രീ ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതിയിൽ അടിച്ചമർത്തപ്പെടാനുള്ള കാരണം എന്താണ്, അവൾ വിവാഹത്തിലൂടെ കുടുംബ ബന്ധത്തിലേക്ക് കടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സ്ത്രീയെ വിമോചിപ്പിക്കാൻ എന്ത് ചെയ്യണം, കുടുംബത്തെ തകർക്കണം. ഇത് ഫെമിനിസ്റ്റ് ചിന്തകന്മാർ എഴുതി വെക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഏതുവരെ എന്ന് ചോദിച്ചാൽ അത്തരം പ്രചാരങ്ങൾ എവിടെ എത്തി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ ഫെമിനിസത്തിൻ്റെ ഇൻഫ്ലുവൻസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ അല്ലേ, സിനിമകളിലൂടെ, റീലുകളിലൂടെ നമ്മുടെ പെൺകുട്ടികളെ അത് ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഇവിടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1950കളിലും 60കളിലുമൊക്കെ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇത് വളരെ പ്രബലമായിരുന്നു. എന്നിട്ട് ഈ ഫെമിനിസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും സ്വാധീനത്തിൻ്റെ ഫലമായിക്കൊണ്ട് 1960ൻ്റെയും 70ൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന തന്നെ സെക്ഷൽ റവല്യൂഷൻ എന്നാണ്. സെക്ഷൽ റവല്യൂഷൻ, ലൈംഗിക വിപ്ലവം. ആ രൂപത്തിൽ ഒരു സെക്ഷൽ റവല്യൂഷൻ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ലിബറലിസവും ഫെമിനിസവുമാണ്. എന്നിട്ട് ആ സെക്ഷൽ റവല്യൂഷനിലൂടെ എന്താണ് ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെച്ചൊരു കാര്യം, നിങ്ങൾ കുടുംബത്തിലേക്ക് പോകേണ്ടതില്ല, വിവാഹത്തിലേക്ക് പോകേണ്ടതില്ല. ആ കമ്മിറ്റ്മെൻറ്റ്, വിവാഹം എന്ന് പറയുന്ന കമ്മിറ്റ്മെൻറ്റ് നിങ്ങളെ അടിച്ചമർത്തും, ചങ്ങലക്കിടും എന്നാണ്.